ഹായ് ഹലോ റീസ്റ്റാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിയിലെ പഠന സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് അല്ലേ. വ്യവഹാരവാദത്തെക്കുറിച്ച് പഠിച്ചു, പിന്നെന്താ പഠിച്ചത്, വൈജ്ഞാനിക സിദ്ധാന്തങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിലെ വക്താക്കളാണ് വൈഗോട്സ്കി, ഗാഗ്നെ, ആൽബർട്ട് ബന്ദൂരെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവായ വൈഗോട്സ്കിയെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ വക്താവാണ് ലീവ് വൈഗോട്സ്കി. അപ്പോൾ ലീവ് വൈഗോട്സ്കിയാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ വക്താവ്. ഓക്കെ, പഠനം എന്നത് ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കിയാണ് കേട്ടോ. പഠനം എന്നത് എന്താണ്? ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കിയാണ് കേട്ടോ. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് മറ്റുള്ളവരുമായുള്ള സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത്? മറ്റുള്ളവരുമായുള്ള സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണ് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ വികാസത്തിൽ സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പഠനം നടത്തിയത് ആരാണ്? വൈഗോട്സ്കിയാണ്. മനുഷ്യൻ്റെ വികാസത്തിൽ സാമൂഹികം സാംസ്കാരികവുമായ ഘടകങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പഠനം നടത്തിയത് വൈഗോട്സ്കിയാണ് കേട്ടോ. അറിവ് സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്ന് അഭിപ്രായപ്പെട്ടതും വൈഗോട്സ്കിയാണ് കേട്ടോ. വൈഗോട്സ്കി തന്നെയാണ് അറിവ് സാമൂഹ്യ ഉൽപ്പന്നമാണെന്ന് അഭിപ്രായപ്പെട്ടത്. ഇതുകൂടെ ഓർത്തു വെച്ചോളൂ. ഇനി പറയാൻ പോകുന്നത് വൈഗോട്സ്കിയുമായിട്ട് അല്ലെങ്കിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒന്നുകൂടെ നമുക്ക് ഓർത്തു നോക്കാം. സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം, സാമൂഹികവും സാംസ്കാരികവും, MKO മോർ നോളേജ് അതർ, സമീപസ്ഥ വികാസ മണ്ഡലം, പ്രതിക്രിയാധ്യാപനം, കൈത്താങ്. ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളാണ്. സഹകരണാത്മക പഠനം, സഹവർത്തിത പഠനം, സാമൂഹികവും സാംസ്കാരികവും, MKO മോർ നോളേജ് അതേഴ്സ്, സമീപസ്ഥ വികാസ മണ്ഡലം ZPD, പ്രതിക്രിയാധ്യാപനം, കൈത്താങ്. ഓക്കെ, ഇനി ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുൻപ് ഒരു കാര്യം നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. കൈത്താങ് കേട്ടിട്ടുണ്ടാവും അല്ലേ? സ്കഫോൾഡിങ്. ഈ പദം, കൈത്താങ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബ്രൂണറാണ് കേട്ടോ. കൈത്താങ്, സ്കഫോൾഡിങ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബ്രൂണറാണ്. എന്നാൽ വൈഗോട്സ്കി കൈത്താങ് എന്ന പദം ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിച്ചത് വൈഗോട്സ്കി ആണെങ്കിലും കൈത്താങ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബ്രൂണറാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ആദ്യമായിട്ട് കൈത്താങ്, സ്കഫോൾഡിങ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബ്രൂണറാണ്. വൈഗോട്സ്കി ജസ്റ്റ് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പ്രാഥമിക മാനസിക പ്രവർത്തനങ്ങളും ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധ, ഇന്ദ്രിയാനുഭവം, ധാരണ, ഓർമ്മ. ശ്രദ്ധ, ഇന്ദ്രിയാനുഭവം, ധാരണ, ഓർമ്മ ഇവയെല്ലാം പ്രാഥമിക മാനസിക പ്രവർത്തനങ്ങളാണ്. ഓക്കെ, മാറിപ്പോവരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധ, ഇന്ദ്രിയാനുഭവം, ധാരണ, ഓർമ്മ. ഉയർന്ന മാനസിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ബോധപൂർവമായ ഓർമ്മ, യുക്തിചിന്ത, സ്വതന്ത്ര പഠനം. ബോധപൂർവമായ ഓർമ്മ, യുക്തിചിന്ത, സ്വതന്ത്ര പഠനം ഇതൊക്കെ ഉയർന്ന മാനസിക പ്രവർത്തനങ്ങളാണ് കേട്ടോ. പ്രാഥമിക മാനസിക പ്രവർത്തനം എന്ന് പറയുന്നത് ശ്രദ്ധ, ഇന്ദ്രിയാനുഭവം, ധാരണ, ഓർമ്മ. ഉയർന്ന മാനസിക പ്രവർത്തനങ്ങൾ ബോധപൂർവമായ ഓർമ്മ, യുക്തിചിന്ത, സ്വതന്ത്ര പഠനം. ഓക്കെ, ഇനി സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവും വൈഗോട്സ്കിയാണ്. സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇനി മോർ നോളേജബിൾ അതേഴ്സ്, വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, ഭാഷ. ഇത് മൂന്നെണ്ണവും നമുക്ക് നോക്കാം. MKO മോർ നോളേജബിൾ അതേഴ്സ്, അതായത് മറ്റുള്ളവരോട്, ഇപ്പോൾ നമ്മളെക്കാളും കൂടുതൽ അറിവുള്ള വേറെ ആരോടെങ്കിലും ചോദിക്കാം. ഇപ്പോൾ പിയേഴ്സിൻ്റെ അടുത്താവാം, ടീച്ചേഴ്സിൻ്റെ അടുത്താവാം, പാരൻസിനോട് ചോദിക്കാം, അങ്ങനെ ആരോട് വേണം ചോദിക്കാം. അവരൊക്കെയാണ് MKO മോർ നോളേജബിൾ അതേഴ്സ് എന്ന് പറഞ്ഞാൽ പിയേഴ്സ്, ടീച്ചേഴ്സ്, പാരൻസ്. ഓക്കെ, അടുത്തത് വൈഗോട്സ്കിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ZPD, സോണോ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അല്ലേ, സമീപസ്ഥ വികസന മണ്ഡലം. ഇതെന്താണ്? നമ്മൾ വൈഗോട്സ്കിയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഇത് അറിഞ്ഞിരിക്കും അല്ലേ. എന്താണിത്? ഓരോ പഠിതാവിനും ഒരു പഠന മേഖലയിൽ സ്വന്തം നിലയിൽ എത്തിച്ചേരാവുന്ന ഒരു വികാസമുണ്ടെന്നും മുതിർന്ന ആളിൻ്റെ മാർഗനിർദ്ദേശമോ
കൂടുതൽ കഴിവുള്ള സഹപാഠികളുടെ സഹായമോ ലഭിക്കുകയാണെങ്കിൽ പ്രസ്തുത പഠന മേഖലയിൽ കുറെ കൂടി ഉയർന്ന വികാസത്തിൽ എത്തിച്ചേരാൻ ആ പഠിതാവിന് സാധിക്കുന്നു. ഈ രണ്ടിനും ഇടയിലുള്ളതാണ് സമീപസ്ഥ വികസന മണ്ഡലം ZPD. ഓക്കെ, ഓരോ പഠിതാവിനും സ്വന്തം നിലയിൽ എത്തിച്ചേരാവുന്ന ഒരു വികാസ മണ്ഡലമുണ്ട്. അതാണ് ഇത് സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം നിലയിൽ എത്തിച്ചേർന്ന ഒരു വികാസ തലമാണ്. ഓക്കെ, ഇനി കുറച്ചുകൂടെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ മുതിർന്ന ആളിൻ്റെ മാർഗനിർദ്ദേശമോ കഴിവുള്ള സഹപാഠികളുടെ സഹായമോ ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിലെത്തും അല്ലേ. ഉയർന്ന വികാസത്തിൽ എത്തിച്ചേരാൻ ആ പഠിതാവിന് സാധിക്കുന്നു. അതാണ് ഈ ഒരു ഗ്രാഫ്. ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള സ്ഥലമില്ലേ, സ്വന്തം നിലയിൽ എത്തിച്ചേർന്നതിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് എത്തിച്ചേർന്ന നിലയും, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് സമീപസ്ഥ വികസന മണ്ഡലം ZPD കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈഗോട്സ്കി ഭാഷയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ്. സോഷ്യൽ സ്പീച്ച് എന്നും പ്രൈവറ്റ് സ്പീച്ച് എന്നും ഇന്നർ സ്പീച്ച് എന്നും ഭാഷയെ 3ആയി തരംതിരിക്കുന്നുണ്ട്. സോഷ്യൽ സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ച്, ഇന്നർ സ്പീച്ച്. സോഷ്യൽ സ്പീച്ച് എന്ന് പറയുന്നത് 2 വയസ്സായ കുട്ടികളിലും, പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളിലും, ഇന്നർ സ്പീച്ച് എന്ന് പറയുന്നത് 7 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളിലുമാണ് നടക്കുന്നത്. തോട്ട് പ്ലസ് ലാംഗ്വേജ്, അതായത് തോട്ടും ലാംഗ്വേജും ചിന്തയും ഭാഷയും കണക്ട് ചെയ്യുന്നത് 7 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളിലാണ്, ഇന്നർ സ്പീച്ചിലാണ് കേട്ടോ. ദെൻ കൈത്താങ്ങ്. എന്താണ് കൈത്താങ്ങ് കൊണ്ട് വൈഗോട്സ്കി ഉദ്ദേശിക്കുന്നത് നോക്കാം. പഠിതാവ് കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയാണ് കൈത്താങ്ങ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന താൽക്കാലിക സഹായത്തെയാണ് വൈഗോട്സ്കി വിശേഷിപ്പിക്കുന്നത്. എങ്ങനെ? കൈത്താങ്ങ് എന്ന്, സ്കഫോൾഡിംഗ് എന്ന് വൈഗോട്സ്കി വിശേഷിപ്പിക്കുന്നത് താൽക്കാലികമായി കുട്ടിക്ക് നൽകുന്ന സഹായത്തെയാണ് കേട്ടോ. കുട്ടി സ്വന്തമായിട്ട് തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്, കുട്ടി ഒറ്റയ്ക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ ചെറിയൊരു സഹായം, താൽക്കാലിക സഹായം നൽകുന്നു. അത്രയേ ഉള്ളൂ ഈ കൈത്താങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ സൃഷ്ടി ദർശനത്തിൻ്റെ വക്താവ് ആരാണ്? വൈഗോട്സ്കിയാണ് കേട്ടോ. സാമൂഹ്യ സൃഷ്ടി ദർശനത്തിൻ്റെ വക്താവ് വൈഗോട്സ്കിയാണ്. അതുപോലെ തന്നെ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവും വൈഗോട്സ്കിയാണ്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം അല്ലേ, അതും ആരുമായി ബന്ധപ്പെട്ടതാണ്? വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് വൈഗോട്സ്കിയുടെ പ്രധാനപ്പെട്ട ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൈൻഡ് ഇൻ സൊസൈറ്റി, തോട്ട് ആൻഡ് ലാംഗ്വേജ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഏതൊക്കെയാണ്? മൈൻഡ് ഇൻ സൊസൈറ്റി, തോട്ട് ആൻഡ് ലാംഗ്വേജ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇത് 3 ആരുടെ ബുക്കാണ്? വൈഗോട്സ്കിയുടെ ബുക്സ് ആണ് അല്ലേ. തോട്ട് ആൻഡ് ലാംഗ്വേജ് ആണ് വൈഗോട്സ്കിയുടെ. നമുക്കറിയാം ലാംഗ്വേജ് ആൻഡ് തോട്ട് അതാരുടെയാണ്? അത് ജീൻ പിയാഷെയും നോം ചോംസ്കിയും അങ്ങനെ എഴുതിയിട്ടുണ്ട്. തോട്ട് ആൻഡ് ലാംഗ്വേജ്, ചിന്തയും ഭാഷയും എന്ന ബുക്ക് ആരെഴുതിയതാണ്? വൈഗോട്സ്കിയുടെയാണ്. ഭാഷയും ചിന്തയും എന്ന പുസ്തകം എഴുതിയത് 2 പേരാണ്, ജീൻ പിയാഷെയും നോം ചോംസ്കിയും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനായിട്ട് ചാൻസ് കൂടുതലാണിത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈഗോട്സ്കി നിർദ്ദേശിച്ചിരുന്ന പഠന രീതികളെക്കുറിച്ചാണ്. സംഘപഠനം, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, സംവാദാത്മക പഠനം, പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് അല്ലേ. ഇതൊക്കെ എന്താണെന്ന് ഇനി നോക്കാം. ഓക്കെ, സംഘപഠനം പഠിതാക്കൾക്ക് പരസ്പരം സംസാരിക്കാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും അവസരം നൽകുന്ന പഠന സന്ദർഭങ്ങളിലൂടെ വിജ്ഞാനം പങ്കുവെക്കാൻ കഴിയുന്നതുമാണ് എന്ത്? സംഘപഠനം എന്ന് പറയുന്നത്. പഠിതാക്കൾക്ക് പരസ്പരം സംസാരിക്കാനും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും അവരുടെ അറിവുകൾ പങ്കുവെക്കാനൊക്കെയാണ് ഈ ഒരു പഠന രീതി ഉപയോഗിക്കുന്നത്, സംഘപഠനം കേട്ടോ. അടുത്തത് സഹവർത്തിത പഠനം. വ്യത്യസ്ത കഴിവുള്ളവരും വ്യത്യസ്ത സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് വരുന്നതുമായ കുട്ടികൾ അവർക്ക് മുന്നിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവർ ഒത്തുകൂടുന്നു. അതായത് വ്യത്യസ്ത കഴിവുള്ളവരാവാം, വ്യത്യസ്ത ചുറ്റുപാടിൽ നിന്ന് വരുന്നവരാവാം, അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരൊറ്റ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിനെയാണ് സഹവർത്തിത പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. പരസ്പരം പങ്കുവെച്ചും സംവാദിച്ചും ഓരോ കുട്ടിയും വികാസത്തിൻ്റെ ആദ്യത്തെ തലത്തിലേക്ക് കടക്കുന്നു. അതാണ് സഹവർത്തിത പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് സഹകരണാത്മക പഠനം. കുട്ടികളുടെ വൈജ്ഞാനിക വികസനം വർദ്ധിപ്പിക്കുന്നതിന് വൈഗോട്സ്കി നിർദ്ദേശിക്കുന്ന ഒരു അധ്യാപന രീതിയാണ് സഹകരണാത്മക പഠനം. അപ്പോൾ സഹകരണാത്മക പഠനം എന്ന് വെച്ചാൽ ഒരു അധ്യാപന രീതിയാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടുള്ളത്? കുട്ടികളുടെ വൈജ്ഞാനിക വികസനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്
ഉള്ള ഒരു അധ്യാപന രീതിയാണ് സഹകരണാത്മക പഠനം. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു കുട്ടിയുടെ ZPDയെ സ്വാധീനിക്കാൻ വൈഗോട്സ്കി അവകാശപ്പെട്ട പ്രധാന ഘടകമാണ് സഹകരണാത്മക പഠനം അല്ലെങ്കിൽ സഹകരണപരമായ പഠനം. ഓക്കെ, അതായത് ZPDയിലെ സമീപസ്ഥ വികസന മണ്ഡലം ഇതിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് വൈഗോട്സ്കി അവകാശപ്പെട്ട ഒരു പ്രധാന ഘടകമാണ് സഹകരണാത്മക പഠനം. ഓക്കെ, അടുത്ത പഠന രീതിയാണ് സംവാദാത്മക പഠനം. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഉയർന്ന തലത്തിലുള്ള പഠനം നടത്തുന്നതിനുള്ള ഒരു രീതിയാണ് സംവാദാത്മക പഠനം. ചോദ്യങ്ങൾ, വിയോജിപ്പുകൾ, വിരുദ്ധ വീക്ഷണങ്ങൾ, കൂട്ടിച്ചേർക്കലുകൾ എന്നിവ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ് ചർച്ച, പാനൽ ചർച്ച, സെമിനാർ, സിമ്പോസിയം, സംവാദം ഇതൊക്കെ നടത്തുന്ന ഒരു രീതിയാണ് സംവാദാത്മക പഠന രീതി. അടുത്തത് പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനു വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് പ്രതിക്രിയ അധ്യാപനത്തിലെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ. ചോദ്യം ചോദിക്കൽ, സംഗ്രഹിക്കൽ, വിശദീകരിക്കൽ, പ്രവചിക്കൽ ഇതൊക്കെ പ്രതിക്രിയ അധ്യാപനത്തിലെ 4 ഘട്ടങ്ങളാണ് കേട്ടോ. ഈ പ്രതിക്രിയ അധ്യാപനം എന്തിനാണ്? കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത് നമുക്ക് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെങ്കിലും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഒരു വ്യക്തിക്ക് പഠനത്തിൽ സ്വന്തമായി എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയുമുണ്ട്. ഈ 2 നിലകൾക്കുമിടയിലുള്ള മണ്ഡലത്തിന് പറയുന്ന പേര് നമ്മൾ ഗ്രാഫൊക്കെ വരച്ച് പഠിച്ചതാണ്. ഏതാണ്? സമീപസ്ഥ വികസന മണ്ഡലം അല്ലേ, ZPD ആണ് ഈ ഒരു 2 നിലകൾക്കുമിടയിലുള്ള മണ്ഡലത്തിന് പറയുന്ന പേര്. കുട്ടിക്ക് സ്വന്തമായി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നിലയുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന നിലയും. അതിന് 2ൻ്റെയും ഇടയിലുള്ള ഒരു മണ്ഡലമാണ് സമീപസ്ഥ വികസന മണ്ഡലം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ PYQ ആണ്. ശിശു നിലവിലുള്ള വികാസ നിലയിൽ നിന്ന് ഉയർന്ന് കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു നിലയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിന് നമുക്ക് എന്ത് പറയാം? ഇപ്പം പറഞ്ഞുള്ളൂ, സമീപസ്ഥ വികാസ മണ്ഡലം എന്ന് പറയാം അല്ലേ. സമീപസ്ഥ വികസന മണ്ഡലം എന്നോ സമീപസ്ഥ വികാസ മണ്ഡലം എന്നൊക്കെ പറയാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ്? ഇതൊക്കെ നമുക്ക് കണ്ണടച്ച് പറയാവുന്നതേ ഉള്ളൂ, വൈഗോട്സ്കി ആണ് അല്ലേ. വൈഗോട്സ്കി വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ വൈഗോട്സ്കിയുടെ ആശയമാണ് സമീപസ്ഥ വികസന മണ്ഡലം. നാലാമത്തെ ക്വസ്റ്റ്യൻ, പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? എങ്ങനെയാണ് ടീച്ചറുടെ ഒരു സഹായം അല്ലേ, താൽക്കാലിക സഹായത്തെ നമ്മൾ എന്തോ പറയും? എന്താണ് പറയുന്നത്? കൈത്താങ്ങ് നൽകൽ. അപ്പോൾ പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ച് സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതിന് നമുക്ക് എങ്ങനെ പറയാം? കൈത്താങ്ങ് നൽകൽ എന്ന് പറയാം കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പഠനം ഏത്? ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സംഘപഠനം, സഹവർത്തിത പഠനം, ഏകവ്യക്തി പഠനം, സഹകരണാത്മക പഠനം. ഇതിലൊന്ന് മാത്രം നമ്മൾ ഇന്ന് പഠിച്ചിട്ടില്ല. അതേതാണ്? ഏകവ്യക്തി പഠനം അല്ലേ. ഇത് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതല്ല. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അറിവിൻ്റെ ദാതാവ്, പഠന പങ്കാളി, ഫെസിലിറ്റേറ്റർ, ജനാധിപത്യവാദിയായ സംഘതലവൻ. ഇതിലേതാണ് അധ്യാപകന്റെ റോള് അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ, അറിവിൻ്റെ ദാതാവ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്? കുറച്ച് മുൻപ് പഠിച്ചുള്ളൂ. ഏതാണ്? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. പ്രതിക്രിയ അധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിൻ്റെ ബുദ്ധിവികാസ പ്രക്രിയയിൽ തനതായി സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നിരീക്ഷിച്ചത് ആരാണ്? ഇവിടെ നമുക്കൊരു കീ പോയിന്റ് ഉണ്ട്. സാമൂഹിക സാംസ്കാരികം എന്ന് കേട്ടാൽ നമുക്ക് ഉറപ്പാണ് അത് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ശിശുവിൻ്റെ ബുദ്ധിവികാസ പ്രക്രിയയിൽ തനതായി സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നിരീക്ഷിച്ചതാരാണ്? സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തത്തിൻ്റെ വക്താവ് കൂടെയാണ് വൈഗോട്സ്കി. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വായനാ പരിശീലനത്തിനായി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ്? വായനാ പരിശീലനത്തിനായിട്ട് നമ്മൾ കുറച്ച് മുൻപ് പഠിച്ചു, കുട്ടികളുടെ വായനാ പരിശീലനത്തിനായിട്ട്
ആരുടെ ആശയമാണ് എടുത്തത്? വൈഗോട്സ്കിയുടെ ആശയമാണ് അല്ലേ. അതിനെ പറയുന്ന പേരാണ് പ്രതിക്രിയാ അധ്യാപനം. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടു കൂടി ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയാ അധ്യാപനം എന്ന് പറയുന്നത്, റെസിപ്രോക്കൽ ടീച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഘട്ട സിദ്ധാന്തമുണ്ട്, ബോധനോദ്ദേശ വർഗീകരണം, സഹവർത്തിത പഠനം, വ്യക്തി കേന്ദ്രീകൃത പഠനം, ഇന സമീപനം. ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഘട്ട സിദ്ധാന്തം ജീൻ പിയാഷെയുമായി ബന്ധപ്പെട്ടതാണ്. ബോധനോദ്ദേശ വർഗീകരണം എന്ന് പറയുന്നത് ബെഞ്ചമിൻ ബ്ലൂമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സഹവർത്തിത പഠനം നമുക്കറിയാം വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വ്യക്തി കേന്ദ്രീകൃത പഠനം എന്ന് പറയുന്നത് കാൾ റോജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇന സമീപനം എന്നത് ആൽപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക നിർമ്മിതിവാദത്തിൻ്റെ പിൻബലം ഇല്ലാത്ത പഠന രീതി ഏതാണ്? ഓപ്ഷൻ എ സംഘപഠനം, ഓപ്ഷൻ ബി സഹവർത്തിത പഠനം, ഓപ്ഷൻ സി ആവർത്തിച്ച് ഉരുവിട്ടു പഠിക്കൽ, ഓപ്ഷൻ ഡി സംവാദാത്മക പഠനം. സാമൂഹിക നിർമ്മിതിവാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠനരീതി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ആവർത്തിച്ച് ഉരുവിട്ടു പഠിക്കൽ. ഇത് എവിടെയും ഏത് സിദ്ധാന്തത്തിലും പറയുന്നില്ല, ആവർത്തിച്ച് ഉരുവിട്ടു പഠിക്കാൻ കേട്ടോ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ. ഭാഷാരഹിത ചിന്ത, ചിന്താരഹിത ഭാഷ എന്നത് ആരുടെ ആശയമാണ്? ആൻസർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.